ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി പേരുടെ ഡൗട്ടാണ് ഗോറി അതുപോലെ ഫൈസ ക്രീംസ്. ഇതിൻ്റെ ഒറിജിനൽ യൂസ് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ, സ്കിൻ ഡാമേജ് ആവോ, ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലല്ലേ സ്കിൻ ഡാമേജ് ആകുന്നത്? ശരിക്കും ഒറിജിനൽ പ്രൊഡക്റ്റ് ഉണ്ട് ഇതിൻ്റെ, അത് യൂസ് ചെയ്താൽ ഒരു കുഴപ്പമില്ല, വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒറിജിനൽ പ്രൊഡക്റ്റും ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റും എങ്ങനെ മനസ്സിലാക്കാം എന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫൈസ ക്രീമിൻ്റെ കാര്യം നോക്കാം. ഫൈസ ക്രീം ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും എങ്ങനെ മനസ്സിലാക്കും എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒറിജിനൽ ഫൈസ ക്രീമിൻ്റെ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 223190 223190. ഇതിലാണ് ആ ട്രേഡ് മാർക്ക് നമ്പർ ഉള്ളത്. അതിൻ്റെ ഫൈസ ക്രീമിൻ്റെ പുറത്ത് പാക്കേജിങ്ങിൽ തന്നെ ആ നമ്പർ ഉണ്ടാകും. ഡ്യൂപ്ലിക്കേറ്റിലാണെങ്കിൽ നമ്പർ വേറെ നമ്പറായിരിക്കും, പല നമ്പേഴ്സ് ഉണ്ടാവും. ഉദാഹരണത്തിന് 24, 23, 21 അങ്ങനെ പല നമ്പറായിരിക്കും. ഒരിക്കലും ഈ നമ്പർ ഉണ്ടാവില്ല. രണ്ടാമത്തേത് എങ്ങനെയാണ് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈസ ക്രീമിൻ്റെ ഏറ്റവും പാക്കേജിൻ്റെ മുകളിലായിട്ട് സ്ക്രാച്ചബിൾ സ്റ്റിക്കർ ഉണ്ട്. അത് നിങ്ങൾ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു SMS വെരിഫിക്കേഷൻ വേണ്ടി ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ നമ്മൾ ആ SMS സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു ഒരു മെസ്സേജ് വരും. ആ പ്രൊഡക്റ്റ് ഒറിജിനലാണോ അല്ലയോ എന്ന് നമുക്ക് ആ മെസ്സേജിലൂടെ അറിയാൻ പറ്റും. അത് ഏറ്റവും പൊക്കത്ത് കാണുന്ന സ്ക്രാച്ചബിൾ സ്റ്റിക്കർ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്യുക, ആ പറഞ്ഞിരിക്കുന്ന നമ്പറിലേക്ക് ആ കോഡ് അയച്ചു കൊടുക്കുക. അപ്പോൾ അത് തിരിച്ച് റിപ്ലൈ വരും, ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റിന് അങ്ങനെ ഇതുണ്ടാവത്തില്ല, അതായത് ഇങ്ങനെ സ്ക്രാച്ചബിൾ സ്റ്റിക്കർ ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ. പിന്നത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറിജിനൽ പ്രൊഡക്റ്റിന് പൂനെ ബ്രദർ മാനുഫാക്ചർഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും ടോപ്പിൽ തന്നെ. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റിന് യൂസിങ് AM കോസ്മെറ്റിക്സ് ആസ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഫേക്കും അതുപോലെ തന്നെ ഒറിജിനൽ പ്രൊഡക്റ്റും നമുക്ക് ഫൈസ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ പാക്കേജിങ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ കോഡ് നമ്പറും അതുപോലെ തന്നെ ഈ മാനുഫാക്ചർ ചെയ്തേക്കുന്ന ആ കമ്പനിയുടെ നെയിമും എന്നൊക്കെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫൈസ ഏതാണ് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത്. രണ്ടാമത്തതാണ് ഗോറി ക്രീമിൻ്റെ കാര്യം. ഗോറി ക്രീം ആണെന്നുണ്ടെങ്കിൽ ആ പാക്കേജിങ് നോക്കുക. ഒറിജിനൽ ഗോറി ക്രീം ആണെങ്കിൽ ഗോറി എന്ന് എഴുതിയിട്ടുണ്ടാവും, GOREE. അത് ജസ്റ്റ് ഒരു കളറിൽ തന്നെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റിലാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ കളറിൽ ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ കളറിലാണ് ഗോറി എന്ന് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്നുള്ളത്. അപ്പോൾ തന്നെ ഒറിജിനൽ പ്രൊഡക്റ്റിൻ്റെ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ബോക്സിൽ നമ്പർ ഉണ്ടാവും, 00923218878794. ഒറിജിനൽ പ്രൊഡക്റ്റിൻ്റെ നമ്പർ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 009232 എന്ന് തുടങ്ങുന്ന നമ്പറിലാണ്. ഫേക്ക് പ്രൊഡക്റ്റ് ആണെങ്കിൽ 0300 എന്ന് തുടങ്ങുന്ന നമ്പറിലായിരിക്കും ഫേക്ക് പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ ഒറിജിനൽ പ്രൊഡക്റ്റിൻ്റെ നമ്പർ 0092 തുടങ്ങുമെന്നുണ്ടെങ്കിൽ ഫേക്ക് പ്രൊഡക്റ്റിൻ്റെ നമ്പർ 0300 എന്നതിലാണ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ മാത്രമല്ല, ഗോറി ക്രീമിൻ്റെ ഒറിജിനൽ പ്രൊഡക്റ്റിൽ ഇങ്ങനെ ഒറിജിനൽ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടി ക്രീം, ഗോറി ബ്യൂട്ടി ക്രീം എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ ഫേക്ക് പ്രൊഡക്റ്റിലാണെങ്കിൽ ജസ്റ്റ് വൈറ്റനിങ് ക്രീം എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടാവുള്ളൂ. ഈ രണ്ടും ഒറിജിനൽ ആണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുണ്ടെങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രൊഡക്റ്റ് ശരിക്കും പുറത്തുള്ള പ്രൊഡക്റ്റാണ്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഇത് പുറമേ രാജ്യങ്ങളിൽ നിന്ന് വരുന്നൊരു പ്രൊഡക്റ്റാണ്. അവിടെ നിന്ന് അത് ബാൻ ചെയ്ത പ്രൊഡക്റ്റാണ്. കാരണം വെച്ചാൽ ഇതിൽ അതായത് ഏറ്റവും കൂടുതൽ മെർക്കുറി കണ്ടൻറ്റും സ്റ്റെറോയിഡ് കണ്ടൻറ്റും ഏറ്റവും കൂടുതലുള്ള 2 ക്രീംസാണ് ഗോറിയും അതുപോലെ ഫൈസയും. അപ്പോൾ അവിടെ ആ പുറം രാജ്യങ്ങളിൽ ഏറ്റവും സൂപ്പറായിട്ടും ഒറിജിനൽ പ്രൊഡക്റ്റ് മാത്രമേ അവർ ഉണ്ടാക്കുന്നുള്ളൂ. അതിലേ മെർക്കുറിയും സ്റ്റെറോയിഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഒരുപാട് പേര് കംപ്ലയിൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ അത് ബാൻ ചെയ്തത്.
അപ്പോൾ ഇവിടെയാണെന്നിരിക്കട്ടെ ഈ പ്രൊഡക്റ്റ് ഒറിജിനലാണെന്ന് പറഞ്ഞാലോ അതിൽ കുഴപ്പമൊന്നുമില്ല, ഒറിജിനൽ ആണെങ്കിൽ സൂപ്പറായിരിക്കും, ഒരു സൈഡ് എഫക്റ്റും ഇല്ല, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അവരുടെ സ്കിന്നിന് ചിലപ്പോൾ വർഷങ്ങളെടുക്കും ചിലപ്പോൾ സൈഡ് എഫക്റ്റ് വരാനായിട്ട്. ചില ആൾക്കാരുടെ സ്കിന്നിന് ജസ്റ്റ് നമ്മൾ നിർത്തിയാൽ തന്നെ പെട്ടെന്ന് സൈഡ് എഫക്റ്റ് വരും, ചില ആൾക്കാർക്ക് സമയമെടുക്കും. പക്ഷേ എന്തായാലും ഈ മെർക്കുറിന്ന് ഒരിക്കലും ഒരാളുടെ സ്കിന്നും നല്ലതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ മെർക്കുറി കണ്ടൻറ്റൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് തേക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ഭയങ്കര കളറായിട്ടും കുരു പോകും, അതുപോലെ തന്നെ പാടുകൾ മായും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ എത്രമാത്രം കെമിക്കൽസ് ഉണ്ടെന്നുള്ളത്. ഒരു നല്ലൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റിൽ കുറച്ച് കാലതാമസം എടുത്തിട്ട് മാത്രമേ നമ്മുടെ കളർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് കാലതാമസം ഞാൻ പറയണില്ല, ഒരു മാസം ഒരു മാസം ടൈം എടുത്താൽ മാത്രമേ നമ്മുടെ കളറിൽ കുറച്ചെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ പാടുകൾ മാറാനും ഒക്കെ തുടങ്ങുള്ളൂ. ഒറ്റയടിക്ക് ഒരു രാത്രി വെളുക്കുമ്പോൾ തന്നെ അതിലെന്തെങ്കിലും പാടുകളോ ചുളിവ് നിറം വെക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒന്നില്ലെങ്കിൽ 100% സ്റ്റെറോയിഡ് കണ്ടൻറ്റും അല്ലെങ്കിൽ മെർക്കുറി കണ്ടൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഈ ക്രീമിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരുപാട് ക്രീംസ്, ഉദാഹരണം മാത്രമേ ഈ ക്രീം പറഞ്ഞുള്ളൂ. ഈ ക്രീം ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ജസ്റ്റ് ഒരു ഉദാഹരണം. ഒരുപാട് പേര് ഇപ്പോൾ ഞാൻ ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ തന്നെ ഒത്തിരി പേര് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ മുമ്പ് ഒരു ക്രീം യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സൈഡ് എഫക്റ്റ് എനിക്ക് ഫേസിലുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഏത് ക്രീമാണ് മുമ്പ് യൂസ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവർ മാക്സിമം ഒരു 90% ആൾക്കാർ പറയുന്നതും ഒന്നില്ലെങ്കിൽ സ്കിൻ ലൈറ്റ്, സ്കിൻ ഷൈന്, ഫൈസ, ഈ 3 ക്രീമിൻ്റെയും പറയാത്ത ഒരാൾ പോലും കമൻറ്റ് ബോക്സിൽ വന്നിട്ടില്ല. എങ്ങനെ പറയും, ഞാനിതിന് മുമ്പ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ട്, ഈ ക്രീം യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസ് ഡള്ളായിപ്പോയി, ഡാർക്കായിപ്പോയി, അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഒത്തിരി പേര് പറയാറുണ്ട്. നിങ്ങൾ നല്ല കാര്യം മനസ്സിലാക്കും, ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എത്ര ക്യാഷ് മുടക്കണമെന്നറിയോ. അപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി നല്ല പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ വിപണിയിൽ ഒത്തിരി വെളുക്കാനുണ്ട്. 3 ദിവസം കൊണ്ട് വെളുക്കാം, അല്ലെങ്കിൽ ഒരു രാത്രി വെളുക്കും, ഒരു രാത്രി നിങ്ങൾ കിടന്നുറങ്ങും, പിറ്റേ ദിവസം നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ക്രീം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ക്രീം ഒരു ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് തരുന്നുണ്ടെങ്കിൽ അതിൽ എത്രമാത്രം കെമിക്കൽസ് ഉണ്ടാകും. അപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുള്ളൂ. ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം, പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതിരിക്കാം. അപ്പോൾ ഒത്തിരി പേരോട് ചോദിച്ചു ഒറിജിനൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഈ ഗോറിയും ഫൈസയും ക്രീമും തമ്മിലുള്ള ഈ കമ്പാരിസൺ വീഡിയോ മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ബൈ ബൈ.